ഓൽക്കിപ്പോ പുറത്തു കൂടെ ഒന്ന് ഇങ്ങനെ തെണ്ടി നടക്കണം. അതിനാണ് നിങ്ങൾ ഇങ്ങനെ അയച്ചോളിട്ടോ. അതല്ല ഓക്ക് പോകാൻ പുതിയേക്കും പള്ളി കളിച്ചില്ല പച്ചളകും മറ്റേ ഇഞ്ചിയൊന്നും വാങ്ങാനിട്ട് അതൊന്നല്ല. ഓക്കും ഇപ്പൊ ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പുറത്തു കൂടെ ജിമ്മിനൊക്കെ പോയി വന്നിപ്പോ ജിമ്മ് നിർത്തിയപ്പോ ഇന്നും ജിമ്മിന് പോകാം. ഞാനതിന് എതിർക്കലും ഇല്ല ഇതാക്കലോട് പിന്നെ പോണോ വെച്ചപ്പോ പോണെങ്കിൽ ഇപ്പൊ ഇക്കൊന്നും പറഞ്ഞു ഞാൻ. അങ്ങനെ ഗായ്സ് നമ്മളെ വീഡിയോ ഇപ്പം നമ്മൾ എടുക്കുന്നത് വൈകുന്നേരം ആട്ടോ. ഏകദേശം ഒരു 4 മണിയാകാനായി ടൈം. സ്കൂൾ ബസ്സൊക്കെ കണ്ടില്ല നിങ്ങൾ? രാവിലെ സ്കൂൾ ബസ് അങ്ങോട്ട് സ്കൂൾക്ക് പോകണതല്ലേ കണ്ട്. ഇപ്പം ഞാൻ സ്കൂൾ ബസ് തിരിച്ചു വരുന്നതാട്ടോ കാണുന്നത്. കാരണം പറഞ്ഞപ്പോൾ ഓള് പാഞ്ഞു ഗായ്സ്. കുട മഴക്കുള്ള കുട ഉണ്ടോ? മഴക്കുള്ള കുടയൊക്കെ ഉണ്ടോ ചോദിക്കുക. മാത്രമൊന്നും ഇല്ല ഒന്ന്. പിന്നെ കുറച്ചൊക്കെ മഴ ഇതൊക്കെ കൊള്ളണം. എന്നാലും കുട എടുത്തോ. ഒരു കുട എടുത്താൽ മതി. നമുക്കുള്ള എടുത്താൽ മതി. ടിഷാപ്പുവാ ടിഷാപ്പ് മുട്ടത്തി വരുന്നുണ്ടോ? വാ. ആ ജത്ത ടിഷാപ്പിനെ കാണിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കുട അവിടെ കൊണ്ടുവന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. വാട്ടിഷേ വാട്ടിഷേ വാ. അങ്ങോട്ട് ആവേ എങ്ങനെയാണ് ഞങ്ങള് അഭ്യാസൊക്കെ കാട്ടത് ചവിട്ടല്ല എന്റെ കുട്ടീനെ. ചാക്കോടെടുത്ത് പോരും. വരുന്നുണ്ട് ബസ്സിന്റെ ഒച്ചയൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മളേ എന്താ വെച്ചാലേ ഇന്നത്തെ വ്ളോഗ് ഉച്ചക്കുള്ള വ്ളോഗൊന്നും കിട്ടിയില്ല. കാരണം ഫുൾ ടൈം മഴയായിപ്പോയി. ഞാനോട്ട് ഉറങ്ങിപ്പോയി. മഴ ചെയ്താൽ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഉറങ്ങും. ഉറക്കിൻ്റെ ആളെയാം. നല്ല ഉറക്കട ഉറങ്ങി മഴ ചെയ്തപ്പോൾ. കഴിഞ്ഞോളെ ബസ്സല്ലേ അതാ വരുന്നേ ഇബ്രാഹിമും അബ്രഹാമും. ഞാൻ പോയി നോക്കിയാലോ അടുത്ത് നോക്കിടന്നോ കേട്ടോ. ഒക്കെ പാടെ നടക്കൂല. എന്നാ ജാഗുണ്ട് പോയി. അതിന് മാത്രം മഴയല്ലോ ഓൽക്കേ. ഒക്കെ ചിലക്കാനൊക്കെ ഉണ്ടോ റാഷില? ഞാൻ ക്യാമറ അയക്കാനാണ്. അങ്ങനെ ഗായ്സ് നമ്മുടെ ഇബ്രാഹിമും അബ്രഹാമും ഇതാ നടന്നു വരികയാണ് ഗായ്സ്. നടന്നു വരികയാണ്. ആരാണ് ആദ്യമെത്തുക എന്ന മത്സരം ഉലർത്തുന്നത് അൻഷിഫ് മുനിക്കൽ യൂട്യൂബ് ചാനൽ. കുട്ടികൾ തമ്മിൽ തെറ്റിക്കുന്ന മത്സരങ്ങൾ നടത്തുന്നത് അൻഷിഫ് മുനിക്കൽ യൂട്യൂബ് ചാനൽ. ഇനി എന്തിനാണ് അവിടുന്ന് ആ കോട്ടയൊക്കെ തുറക്കാൻ നിൽക്കുന്നത്? എന്തേ ഓനക്കവിടെ പിടിച്ചൂടാ? അപ്പൊ ഇജ്ജത്തിനാണ് ഓൻ്റെ ബാഗൊക്കെ പിടിച്ചണത്? ഉറങ്ങീനോ? അതെന്തേ? ഇവിടുന്ന് ഇങ്ങോട്ട് പോന്ന പോലത്തിന് ഓൻ ഉറങ്ങിന്നോ? രാത്രി എപ്പോഴാ ഇന്നലെ ഉറങ്ങിയാടാ? എപ്പോഴാ ഇന്നലെ ഉറങ്ങി? ടിഷാപ്പ് ആവേശത്തില. ഓൻ്റെ ഇബ്രുക്കാക്കൊക്കെ വന്നിക്കണേ അല്ലേ? ഓളെ ഇബ്രുക്കാക്ക് വന്നിക്കണേ. ഇന്ന് രാവിലെ ഇബ്രോജി പോയിട്ട് ഞങ്ങളേ ഓളെ റൂമിൽ കിടന്നപ്പോളേ ഇബ്രുക്കാക്ക് പറഞ്ഞു കേട്ടോ. അതിന്റെ അടുക്ക് ഇങ്ങനെ തിരിഞ്ഞു ചാടി ചാടിയൊക്കെ അതോ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇട്ടാണ് ഇങ്ങനെ ഇതാക്കി നോക്കിയോ? കുട്ടികളാവുമ്പോ അങ്ങനെ തന്നെ ഇക്കാരം. അതൊക്കെ ഉണ്ടാവും കുട്ടികളാവുമ്പോ. അത് അങ്ങനെ ചൂടാലല്ല ചൂട്ടാൻ കുറ്റി അടിച്ചത് പൊട്ടിച്ച ആ ചേരിന് ഒക്കെ ഗോൾഡൻ കളറോ? അതൊക്കെ വലിയ വാച്ചാണ്. എന്ത് ആ വാച്ച് എടുത്താ ഇപ്പൊ ഞാൻ പുതിയത് ഓർഡർ ചെയ്താണ്. ഇബ്രോ നോക്കട്ടെ ഗൈസ്. ഇത് ഞാൻ പുതിയ വാങ്ങിയ വാച്ചാട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്?
വെറും 34,000 റുപ്യ ഉള്ളൂ ഗൈസ്. ബൂണോ അതെന്തേ ഒന്നല്ലോ വിളിച്ചു? എന്താടാ എന്താണ്? നീച്ച് 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 എവിടെ ഊണ്? കൈ കുത്തിയാണ് ഊണ്? വാ ഉമ്മച്ചിൻ്റെ അടുത്ത് കിടക്ക്, ഉമ്മച്ചിൻ്റെ അടുത്ത് കിടക്ക്. ഉമ്മച്ചി കഴിഞ്ഞ നമുക്കൊക്കെ രണ്ടുകാൽമ നടക്കാനും കൂടി ഉള്ളതാണ് കാല്. മനസ്സിലായോ? കാലുമേലേ രണ്ടുകാൽമ നടക്കാനും കൂടി ഉള്ളതാണ് കാല് കേട്ടോ, അല്ലാതെ പായാൻ മാത്രം ഉള്ളതല്ല. നല്ല ബുക്കല് കൊടുക്കണം, കൈ മടങ്ങിയേക്കാണോ? എന്തിനാണ് ഇപ്പൊ ചോദിച്ചു പാഞ്ഞ്? നിന്റെ വാച്ച് എന്തിനാണ് ഇജ്ജ് കാണിച്ചു കൊടുക്കണത്? എന്നോട് പറഞ്ഞ ഞാന് പറഞ്ഞിനിയോ? എവിടെ വേദന എടുക്കണേ? മര്യാദക്ക് അവിടെ കൊണ്ടുപോയി വെച്ചോക്കെ. ഞാൻ നല്ല പേറിൽ പേറും കേട്ടോ. ഇങ്ങോട്ട് കാട്ടിക്കാടാ. നിങ്ങളൊക്കെ ഇഞ്ച വാച്ചുമ്പോ തൊട്ട് കളിച്ചാണ്. നാളെ ഉച്ചവരെയുള്ളൂ സ്കൂള്. അതെന്ത് ആർക്ക്? എന്ത് എക്സാം ആണ് നാളെ? എന്തിന്റെ എക്സാം ആണിത്? സെക്കൻഡ് ടൈം എക്സാം ആണ്. അതൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ. അപ്പൊ എത്ര എക്സാം ആപ്പണോ മൊബൈൽക്ക്? ഒരു എക്സാം മാത്ര? ഔദനുണ്ടോ? അപ്പൊ പിന്നെ അതിന് ഓൻ ഉച്ചക്ക് കൂട്ടണത്? ഒരു എക്സാം അതിന് ഒപ്പം വരിക്കാരല്ലേ വണ്ടി? ഇനി സൈഡ് ഒന്ന് വെട്ടണം. പക്ഷെ സൈഡ് ഇങ്ങനെ ഇതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണ്ടേ? അതങ്ങനെ വളർത്താം. വെട്ടാത്ത മുടി എന്താ വെച്ചാൽ ഷാമ്പു ഇട്ട് കണ്ട് വാഷ് ചെയ്ത് കൊടുക്കണം. നാളെ വരുമ്പോ മുടി വെട്ടുക. ഏത് സാറ്? എന്നാ നമുക്ക് നാളെ വെട്ടാ. നാളെ സ്കൂൾ ഇട്ടിട്ട് നാളെ ഉച്ചക്ക് കൂടൂലേ? അതിന് എല്ലാ ധൈര്യം എല്ലാ ആൾക്കാരൊക്കെ ഉണ്ടോ? ഒരടിയല്ലേ കിട്ടട്ടെ. എനിക്കൊക്കെ അടി കിട്ടട്ടെ ഇടക്കേ. ഇടക്കൊരു അടിയൊക്കെ കിട്ടണം കുട്ടികളാവുമ്പളേ. അപ്പളേ കുട്ടികൾ കോണം പിടിച്ചോളൂടാ. 2 കൊല്ലം ഉപയോഗിക്കണ മക്കളുണ്ട്. ഓൻ്റെതൊക്കെ അടിയിൽ ഓട്ടയിക്കണേ. ഓൻ്റെ ലഞ്ച് കിറ്റിന്റെ അടിയിൽ ഓട്ടയിക്കണം. എന്റേത് കേടന്നു. ഇവർക്കൊക്കെ ഇരുമ്പിന്റെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാം. ഇരുമ്പിന്റെ വാട്ടർ കുപ്പിയോ? അതുണ്ടായിനല്ലോ. അത് വരെ പൊട്ടിച്ചിക്കണല്ലോ ജി ട്രാക്കിന്റെ. അതിന് ചോരിയാണ്. എന്നാ എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ചായ വെള്ളത്തിൽ കൊടുത്തേ പോയാണ്ട് മക്കളെ ഒക്കെ കുളിച്ചിട്ട് ഷൂമേ എന്താട്ടണേ? ഷൂ നക്കേ എവിടെടാ ജിബ്രാന്? ജിബ്രാൻ എവിടെ? അല്ല എങ്ങോട്ടപ്പോ നിങ്ങള് കൊടയും ഇതൊക്കെ എടുത്ത് പി പി ഒക്കെ എടുത്ത് ഇറങ്ങിക്കണേ? എവിടെ പോവാന്? എന്ത് തറവാട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതിന് മുമ്പ് മഴ ഇതില്ലേ ഗൈസ്? അപ്പം ഇന്ന് രാവിലെ മുതൽ തന്നെ ഫുള്ള് മഴ അല്ലേ ബ്രോ? എന്താണെന്നറിയില്ല, ഫുള്ള് മഴ തണുപ്പും. അപ്പോൾ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ തറവാട്ടിക്ക് പോകണം കരുതി. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെല്ലാ വ്ളോഗിലും ഇപ്പോൾ തറവാട് ഉണ്ടായാലുണ്ട്. തറവാടും പാടെ കൂട്ടിയിട്ടാണ് നമ്മളെല്ലാ ഡയലി വ്ളോഗ് ഇടല്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, തറവാടിനെ ഉൾപ്പെടുത്താൻ. കാരണം ആ മഴ വെള്ളണ്ടാ ഇങ്ങോട്ട് കാര്യം നിങ്ങളിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയാണ്ട് ഇതാക്കിയല്ലേ. പിന്നെ എന്താണ് എന്ത് തറവാടി വീഡിയോയിൽ കാണും. ആ ഗൈസ്, അപ്പോൾ നമ്മൾ മഴ ഇപ്പം ചോരുകയാണെങ്കിൽ ഇബ്രു പറഞ്ഞ മാതിരി തറവാട് വീട്ടിൽ ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് മഴ ചോരിനൊരു ലക്ഷണമൊന്നും കാണാനില്ല. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാ ഇന്നിപ്പോൾ ഇത് വൈകുന്നേരമായി. ഇനി നാളെ ഉച്ചക്കാണല്ലോ നമ്മളെ വീഡിയോ വരും. അപ്പോഴത്തേന് നാളെ രാവിലത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് തറവാട്ടിൽ നിന്നുള്ളതാക്കാം അല്ലേ ബ്രോ? അപ്പോൾ നമുക്ക് നാളെ രാവിലെ തറവാട്ടിൽ പോയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പം ഉമ്മാനെ ഇവരൊക്കെ കാണുകയും ചെയ്യാം. പിന്നെ അതുപോലെ പ്രത്യേകം പറയാം, നമ്മളെ വീഡിയോ ലൈവ് ഫുള്ള് കോമഡി ആയിട്ടുള്ള ലൈവ് രാത്രി എന്നും 8:30 മണിക്ക് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. ഇന്നലത്തെ ലൈവിൽ ഓറഞ്ച് തീറ്റ മത്സരത്തിൽ കുട്ടികളുടെ മത്സരത്തിൽ ഇബ്രു ഉണ്ട് ജയിച്ചത്. അപ്പോൾ നിങ്ങളോടൊക്കെ പറയല്ലോ എന്താ വെച്ചാൽ എല്ലാവരും കറക്റ്റ് ടൈം 8:30 ആകുമ്പോഴത്തേന് നമ്മളെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. കാരണം നല്ല വിവരം കിട്ടുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് അൻഷിഫ് മുനിക്കൽ യൂട്യൂബ് ചാനൽ. അല്ലേ കുഞ്ഞോളെ? ടിഷ ബേബിയൊക്കെയാണ് നമ്മളെ മെയിൻ കഥാപാത്രം. ടിഷുബാ ടിഷുബാ എന്താ വർത്താനോ? ആ പറ, മനസ്സിലായിട്ട് ഈ സാധനത്തിലാണ് ഒച്ച ഉണ്ടാക്കേണ്ടത്.
ഏ ആ തിന്നാനല്ല ഒച്ച ഉണ്ടാക്കാന് പറയേ ഇമ്മമ്മ പറയും അതേ പറ്റുള്ളൂ അല്ലേ വലിയ മൈക്കതിന് ലൈവ് ലൈവിൽ ഇങ്ങനെ അനൗൺസ്മെന്റ് മറന്നു ചില ലൈവ് കഴിയാൻ നേരത്തെ ഓർമ്മ വന്നു ചലഞ്ചിനൊക്കെ എടുത്താ മതി അനൗൺസ് ചെയ്യാനല്ലേ അബ്രോ ആ ജിബ്രാനോടെ ഉള്ളിൽ കയറാൻ പറഞ്ഞാലേ കാല് ഞാൻ വെട്ടും പറഞ്ഞോളാ പറഞ്ഞോളാ ഞാൻ എങ്ങനെ എന്നോട് പറയാൻ പറഞ്ഞേ ആ എന്നിട്ട് എന്താ പറയാൻ പറഞ്ഞ എന്ത് ചെയ്യുന്ന പറഞ്ഞ എന്ത് അനാഥനെ തൊള്ളി ആര് ജിബ്രാൻ ജിബ്രാനാ മാറുന്നു മര്യാദക്ക് അകത്ത് കേറിക്കോ കേട്ടോ എനിക്കതാ നല്ലേ മഴ വരൂല ഇന്ന് ഇനി പോക്ക് കിടക്കൂല ആ ഹെൽമെറ്റ് എടുത്ത് വെച്ചാ അകത്ത് കയറായിരുന്നോ എന്ത് ഇല്ല ഇനി മഴ ചോർന്നാലും പോണില്ല ഇനി നമുക്ക് നാളെ രാവിലെയാണ് പോവാം ഒന്നുമില്ല ഇനി ഒരു കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരുവേ ലൈവിൻ്റെ മരുവിൻ്റെ വാങ്ങി കൊടുത്ത് ഇങ്ങോട്ട് വരും പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല 8 മണിക്ക് ലൈവ് അല്ലേ ഇന്നിപ്പോൾ എന്താ നമ്മൾ തീറ്റ മത്സരം വെക്ക് ബ്രോ ചപ്പാത്തി ആയിക്കോട്ടെ ചപ്പാത്തി വേണ്ട ചപ്പാത്തി മറ്റേ ബ്രെഡ് നിങ്ങൾ ഒരു ദിവസം തിന്നില്ലേ ഓനക്ക് സുഖമുള്ളത് നിങ്ങൾ പറയണേ ജിബ്രാനെ ബ്രെഡ് ആക്കാന്ന് ഓനതില് ഫസ്റ്റ് ഇട്ടിക്കണേ അല്ലേ അല്ലെങ്കിൽ ചപ്പാത്തി തന്നെ ഇവിടെ ഉണ്ടാക്കിങ്ങാണ്ടേ നടന്നു തന്നെ ഇവിടെ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ മൂന്നല്ലേ അല്ലെങ്കിലേ ഇവിടുന്ന് ഇമ്മച്ചുണ്ടാക്കൂലേ ഒരു കേക്ക് ക്രീമില്ലാത്ത നല്ല നട്ട്സ് ഒക്കെ ഇട്ടുള്ള കേക്ക് അത് ചലഞ്ചിന് വെക്കാം നിങ്ങളേ വിലയില്ലാത്ത തിന്നാൻ അടങ്ങേറുള്ള സാധനമാണ് പറയണ്ടേ അല്ല നിങ്ങൾക്ക് തിന്നാൻ പൂതിയുള്ള സാധനമല്ല ചലഞ്ചിൽ വെക്കുക ഓക്കെ ജി ആ കുട്ടിനെ മെച്ചിൻ്റെ അടുത്ത് കൊടുക്ക പൊട്ടിച്ചു വെക്കാം എന്നിട്ട് അതിങ്ങനെ കറും മുറായിട്ട് തിന്നും. അപ്പൊ ഗൈസ് നല്ല മഴ കേട്ടോ പിന്നെയും നല്ല മഴ തന്നെയാണ് അല്ലേ അപ്പൊ ഞാൻ പീടിയിൽ പോയിട്ട് കുട്ടികൾക്കും പെണ്ണാക്കും നെയ്യപ്പൊക്കെ കൊണ്ടുവന്നിക്കണേ നെയ്യപ്പം കൂട്ടി ചായ കുടിക്കാണ് പോകണം ഞങ്ങള് അതെ സ്ഥലേ വീട്ടിലുണ്ടാക്കുന്ന നെയ്യപ്പത്തിന്റെ ഫീലില്ലേ അല്ലെ രാത്രി എന്താ കൂട്ടാന് ഇതിലെന്താ പറയാന് പറഞ്ഞോ അവൻ കടയിൽ പോയില്ലേ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് നെയ്യപ്പം ചായയും കുടിക്കാൻ പോവുകയാണ് ആർക്കെങ്കിലും നെയ്യപ്പം 8 മണിക്ക് ലൈവ് ഉണ്ടോ 8:30 മണിക്ക് 8:30 നമ്മളെ ലൈവ് ഉണ്ടാവില്ലേ യൂട്യൂബില് അത് എടുക്കല്ലേ അത് ഉമ്മമാക്ക് കൊണ്ടേ കൊടുക്കണോ അപ്പൊ ഗൈസ് ഉമ്മമാക്ക് നോമ്പാണെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ മഴ ആയതുകൊണ്ടേ കടി കൊണ്ടുവരാനൊന്നും അവിടെ സോനും ഇല്ലല്ലോ അപ്പൊ ഈ നെയ്യപ്പത്തിൽ 2 ബാക്കിയുണ്ട് അപ്പൊ അതിന് ചെറിയ ചീള് കൊടുക്കാൻ ടീമെന്നേ ജിബ്രാൻ ചീള് കൊടുത്ത ചെറിയ പൊട്ട ആക്കണേ ഇബ്രോ ചെറുക്കന്മാരെ ഗൈസ് അപ്പൊ നമ്മള് ചായ കുടിക്കുമ്പോഴേ നോക്കണേ 2 ആൾക്കാർ വന്നിക്കണേ എന്താടാ നോട്ടെ ഇതെന്നാണ് നമ്മളെ മറ്റേ കുട്ടികൾക്ക് തന്നെ കളിപ്പാട്ട് ഓർഡർ ചെയ്തതോ ഇത് നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും കൊറിയർ അയച്ചു കൊടുക്കൂല്ലേ ഇതിപ്പോ നമ്മളിവിടെ അടുത്തായതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നേക്കാരല്ലേ എൻ്റെ പേരെന്താ നബുഹാൻ എൻ്റെ പേരോ ആദിൽ ചായ എടുക്കണം നിങ്ങൾക്ക് ഒരു നെയ്യപ്പോ ഉള്ളൂ അപ്പൊ നിങ്ങൾ അവിടെ നിന്നാണ് അങ്ങോട്ട് പോയെ ഫസ്റ്റ് അപ്പൊ എനിക്ക് വിളിച്ചൂടെ ഇനിയോ ഈ വിളിച്ചു ഫോണക്ക് ഇല്ല ഇതിലെന്തൊക്കെയാണ് ഉള്ളത് ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തീന് ആ പറക്കണ സാധന
ടൂവിന് റിപ്ഷൻ ഒരു ഇൻഫ്ലേറ്റബിൾ സോഫ ഉണ്ട്, പിന്നെ ഒരു കാൽക്കുലേറ്റർ ടോയ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ പൊട്ടിച്ചോണ്ട് ആ പൊട്ടിക്കുമ്പോ വീഡിയോ എടുക്കാം. ഇത് അനക്കുള്ളതല്ല, അത് ചെറിയ കുട്ടികൾക്കുള്ളതല്ലേ? 6 മാസമായ കുട്ടികൾക്കുള്ള സോഫ ഉണ്ട്, പിന്നെ 4-5 വയസ്സിലെ കുട്ടികൾക്കുള്ള ടോയ് ആണ്. ടോയ്. ഓക്കെ, ഇത് ജിബ്രാനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്താണ് ഇതിന്റെ സാധനം. ഓനക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സർപ്രൈസ് അത് പറഞ്ഞില്ല, അത് ഞാൻ തുറക്കുമ്പോ കാണിച്ചു തരല്ലേ. ഏതായാലും ആയിക്കോട്ടെ, നിങ്ങൾ ചായ എടുക്കണില്ലല്ലോ, എന്നാ മകളുണ്ട്. എന്നാ ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കേടാ, ഓക്കെ, കാണാൻ മുത്ത. അങ്ങനെ ഗൈസ് നമ്മൾ ഇതാക്കണ നമ്മുടെ കുട്ടിയുടെ സോഫ റെഡി ആയിട്ടുണ്ട്. ടിഷ ബേബിക്ക് നമ്മളൊരു സോഫ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ആടിയാലൊന്നും മാറിയില്ല. നല്ല ത്രില്ലയിക്കണില്ലേ? നല്ല ത്രില്ലയിക്കണില്ലേ? പല്ലില്ലാത്തത് ഭാഗ്യം, പല്ലുണ്ടെങ്കിൽ ഇതോളം ഓട്ടയാക്കും. അതുകൊണ്ടാണ് അവിടെ പ്ലാസ്റ്റിക് കൊടുത്തിട്ട് അറിയാതെ ആൾക്കാർ അടിച്ചു മുറിച്ചില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനത്തെ സംഭവങ്ങൾ കുട്ടികൾക്ക് വാങ്ങുകയാണെങ്കിൽ കുട്ടികൾ വീഴാതെ കൊണ്ടുനടക്കാൻ പറ്റും. അപ്പൊ ഞാൻ താഴെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ ഞാൻ ഇവരെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഗെയിമാണിത്. ഇതിപ്പോൾ ഇതുപോലെ കൊണ്ടുവന്നതാണ് ഓർഡർ ചെയ്തപ്പോൾ. അപ്പോൾ ഇതിലെങ്ങനെ വെച്ചാൽ കുറേ കാർഡുകളാണ്. കാർഡ് കാണിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ കാർഡുകളുണ്ട്. ഇങ്ങനത്തെ കാർഡുകൾ. ഈ കാർഡ് എന്ത് ചെയ്യുക, ഇതിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ നമ്പറുകൾ ഓർഡർ ചെയ്യാൻ പറയും. ഇതിലൊരു ഇൻസ്ട്രക്ഷൻ തരും, നമ്പറുകൾ കറക്റ്റ് ആക്കുകയാണ് ഓർഡർ. അപ്പോൾ ഇതിൽ ഓർഡറിൽ സെറ്റ് ആക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അത് സെറ്റാക്കി കൊടുത്ത് ഓക്കെ ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് ഒന്നും കത്തും ശരിയായി കഴിഞ്ഞാൽ. ഇതിൽ കാണിക്കുന്ന നമ്പറുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലുള്ള മെച്ചം എന്താ വെച്ചാൽ അവിടെ ഗെയിം സെറ്റായി എന്നാണ് അർത്ഥം. അപ്പം ഇങ്ങനത്തെ ഗെയിമൊക്കെ വേണമെങ്കിൽ ഞാൻ താഴെ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് എന്തിനാ മരുവിൻ്റെ വാങ്ങി കൊടുത്തില്ലേ ഗ്യാസ്? അപ്പം ഉമ്മാക്ക് നോമ്പാണ് അറിയുന്നത്. അപ്പം ഞാനിതിൽ 2 നെയ്യപ്പം ബാക്കിയുള്ളതൊന്നല്ല, ഉമ്മാക്ക് കരുതിയാണ്ട് വെച്ചത് തന്നെ. അപ്പോൾ അവൻ കൊണ്ടേ കൊടുക്കട്ടെ തറവാട്ടിക്ക്. ഉമ്മാക്ക് ഞാൻ അറ്റം കൊടുക്കാൻ പോകണില്ല, അത് നാളെ വാങ്ങാം. ഇന്നലെ പൊൻകാച്ചറിനെ പുട്ടുകൂടി ഇടുന്നോ തിന്നാ മതി. ഇവിടെ ഒരു നേരം ഭക്ഷണം അല്ലാതെ ഫലസ്തീനിൽ കുട്ടികൾ പട്ടിണി നടക്കുക. അപ്പോഴാണ് ഓർക്ക് പുട്ടറ്റൂല അറിഞ്ഞാൽ പുട്ടുണ്ടെന്ന് കൊടുക്കാൻ പറ്റില്ല ഇവിടെ അല്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വേദിയിൽ ഇനായ ബേബി ഉണ്ട്. എവിടെ മമ്മ? എന്തോ ഒരു കുയിന്തുണ്ടോ അജ്? കുയിന്തിലാ? കുയിന്തിലാണ് പോലോ ഗൈസ്. ചിഞ്ചു റൂമെന്ന് പറയുന്നത് കുയിന്തെത്തിയാണെന്ന് പറയണ്ടേ. എടമ്മ ഇതാ നോമ്പ് തുറക്കുമ്പോ നെയ്യപ്പം. അത് ചുട്ട മാതിരി തന്നെയാണ്. അത് ഞാൻ നേരത്തെ പോയി വാങ്ങിയത്. നിങ്ങൾ ആ മായം കൊണ്ട് വന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിട്ട് പിന്നെ നിങ്ങൾ വിളിച്ചത് ചെടി പോയിട്ട് സമൂസ ഉണ്ടല്ലോ അയച്ചിട്ട് ഈറടിച്ചു. ഞാൻ പറഞ്ഞ ബേ നെയ്യപ്പം വേഗം ഓരോന്ന് അരക്കഷ്ണൊക്കെ ആക്കി കൊടുത്തു കുട്ടികൾ. 6 വാങ്ങിനി. പിന്നെ ഞാൻ തിന്നൂല്ല. എനിക്ക് വേണ്ട, ഞാനത് തിന്നില്ല. നിനക്കിപ്പോ ഏതെങ്കിലും എണ്ണക്കടി വേണേ ഇപ്പൊ തൽക്കാലം തിന്നോളി. അതിൽ ഓല് തിന്നതാ, ഓലൊക്കെ മതിയാക്കിയേക്കാണ്. നെയ്യപ്പം നയിറ്റങ്ങൾ തിന്നൂലേ ഇനി. ഇവിടെ അതിന് കുയിന്തിലല്ലേ, ഇനായ കുയിന്തിലല്ലേ. പാവണ്ട്. ഇനായ പോരുണ്ടോ? പോരുണ്ടോ? ഇഷ്ടല്ലേ? ഇഷ്ടല്ലായിട്ടാണ് ചിഞ്ചാട്ടാ ഇപ്പൊ പോണത്. എന്ത് സാധനോ? പലചരക്ക് വാങ്ങാൻ ഇവിടെ ആരുമില്ല. ആ ചിഞ്ചുനെ പറഞ്ഞേക്കണിപ്പോ എങ്ങനെ പോണെന്നിട്ട് ഓൽക്കിപ്പോ പുറത്തു കൂടെ ഒന്ന് ഇങ്ങനെ തെണ്ടി നടക്കണം. അതിനാണ് നിങ്ങൾ ഇങ്ങനെ അയച്ചോളിട്ടോ. മറ്റേ ഇങ്ങനെ തട്ടണ മറ്റേ
മറ്റേ എന്ന് ഇച്ച് നല്ല മറ്റേ പള്ളി കളിച്ചില്ല പച്ചവളവും മറ്റേ ഇഞ്ചിയൊന്നും വാങ്ങാനിട്ട് അതൊന്നല്ല ഓക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പുറത്തു കൂടെ ജിമ്മിനൊക്കെ പോയി വന്നിപ്പോ ജിമ്മ് നിർത്തിയപ്പോ ഇപ്പൊ ഇന്നും ജിമ്മിന് പോകാം എന്നിട്ടല്ലേ ഞാൻ ഓളും കൂടി ഉണ്ടാവട്ടെ ഒപ്പം പോകണല്ലേ രസം കരുതി കണ്ട ആജ് പോയിക്കോ മരുബിന്റെ സമയത്ത് ഉള്ളിൽ കയറുന്ന പെണ്ണ് നോക്കാണ് മരുബിന് ശേഷം പുറത്തേക്ക് പോണ് ഇതൊക്കെ ഇങ്ങനെ അയച്ചോളിട്ടമ്മ അയച്ചുമ്മ ആ പൂച്ചനെ കൂട്ടി അടക്കല്ലേ വാതില് ആ പൂച്ചക്ക് ഇവിടെ ഭയങ്കര സാധനം വാങ്ങിക്കൊണ്ടോന്നോട്ടെ സാധനം വാങ്ങി പോന്നോട്ടെ രണ്ടില്ലല്ലോ ഏതായാലും പിന്നെ പറഞ്ഞാല് ഇപ്പനോടും വിളിച്ചറിഞ്ഞാല് ചെലപ്പോ കറക്റ്റ് കിട്ടൂല ഇപ്പൊ ട്രിപ്പും കൊണ്ട് പോകുമ്പോഴേ സംഗതി നിങ്ങൾക്ക് പേടിയുണ്ട് അപ്പൊ ചിഞ്ചുനെ എന്തിന് ഇനിയിപ്പൊ നിങ്ങൾ എന്തേലും എതിർത്ത് കഴിഞ്ഞാൽ ഓളെ റൂമില് വാതിലടക്കം തെറ്റിയാണ്ട് ഞാൻ എതിർക്കലും ഇല്ല ഇതാക്കലോള് പിന്നെ പോണോ വെച്ചപ്പോ പോണെങ്കിൽ ഇപ്പൊ ഇക്കൊന്നും പറഞ്ഞു ഞാന് 8:30 വരുന്നുണ്ടോ കുഞ്ഞോക്ക് എന്തൊക്കെ സാധനം വാങ്ങാണ്ടോ മോയിപ്പോരുന്ന അപ്പൊ ഇജാണല്ല സ്കാനറിൽ വാട്സപ്പ് ചെയ്താൽ മതി അല്ല ഞാൻ കൊടുത്തോണ്ട് പൈസ സ്കാനറിലെ ഗൂഗിൾ പേ കയറോ ഗൂഗിൾ പേ ഓക്കെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാണ്ടറിയാം ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ഓളിങ്ങനെ അത് ഇത് ഇജാണല്ലോ പോയിക്കണേ ഞാനാകുമ്പോ കറക്റ്റ് വാങ്ങുന്നത് പെരീക്കില്ല അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊണ്ട് നിർത്താൻ മതി ഇജ എവിടെ പോണോ ക്വാളിറ്റിക്കോ അവിടുന്ന് പിന്നെ ലാപ്ടോപ്പ് വാങ്ങാനുണ്ട് ആർക്ക് അപ്പൊ ഓളെ ലാപ്ടോപ്പ് വാങ്ങിട്ട് ഞാൻ തെച്ചങ്ങോടുന്ന സാധനം വാങ്ങാനാ കരുതില്ലേ ക്വാളിറ്റി നോക്കി കേക്കിന്റെ എന്തെങ്കിലും വാങ്ങാനാ സാധാ തക്കാളി തെച്ചങ്ങോട്ടില്ല എവിടുന്നേലൊക്കെ വാങ്ങിക്കോ പിന്നെ കുറച്ച് ചിക്കനും വാങ്ങിക്കോ ചിക്കനോ ചിക്കൻ തന്നെ വാ നിങ്ങൾ നമ്മളതിൽ പൈസക്കാരായോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ചിക്കൻ വാങ്ങലില്ലേ ചെറിയ ഇന്ന് തീറ്റ മത്സരം ഉണ്ട് എന്താണ് നമ്മളെ ലൈവില് തീറ്റ മത്സരം വെക്കുമ്പോ ചപ്പാത്തി ആയിക്കോട്ടെ അല്ലേ അപ്പൊ എനിക്കത് തിന്നാൻ പറ്റും അതൊക്കെ അതാണല്ലോ അല്ലെങ്കിൽ മുകളിലൊക്കെ തീറ്റ ആയിക്കോട്ടെ ഒരു മുളക് ഫുള്ള് തിന്നാല് നിങ്ങള് മത്സരത്തിന് ഇതായ മതി സ്കിപ്പ് ചെയ്താ മതി കഴിയണില്ലേ കഴിയണ മാതിരി തിന്നാ മതി നിർബന്ധല്ലേ അത് നോക്കാം നമുക്ക് അതല്ലേ അതൊക്കെ മനുഷ്യനെ കൊണ്ട് നല്ല സാധനം തിന്നാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ നല്ലത് ഇങ്ങനെ കൊണ്ടത് ചലഞ്ചാണ് മത്സരാണ് ഇടങ്ങേറുള്ള സാധനമാണ് കയ്പങ്ങ വാങ്ങിപ്പോരുട്ടോ തിന്നാൻ സുഖമുള്ള സാധനം എല്ലാം വെക്കണ്ടേ ഇപ്പൊ ഇന്നലെ ഒറ്റ കൈ കൊണ്ട് വിളിച്ചാൽ അതാണ് അതിൽ ഹൈലൈറ്റ് ഒറ്റ കൈ കൊണ്ട് ഓറഞ്ച് തിന്നു പറഞ്ഞാല് ആരെ തിന്നണോർക്ക് ജയിക്കാം അതുപോലെ ഇന്നലെ ഇതില് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരിക്കണേ ഇന്നലെ കുഞ്ഞോളും മോളും ഇത് ആ കമന്റ്സിലുണ്ട് ഞാൻ വീഡിയോ നോക്കി ഇന്നലെ ലൈവില് രണ്ടാളും കുഞ്ഞോള് മൂന്നാമത്തെ ഓറഞ്ചാണ് തിന്നണത് പറഞ്ഞത് നാലാമത്താണ് 50 ഉണ്ടാകുക സമ്മാനം വിഷയം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ മത്സരത്തിന്റെ പോണ്ടേ അതായത് കുറച്ചാവും 1000 ആയാലോ പറയണോ 1000 ആയാ പറയണ ഓളത് എത്ര ലൈവ് ഉണ്ട് നോക്കോണ്ടേ ഓളത് 2 ലൈവ് 1000 ആയാലേ കിട്ടുള്ളൂ കായായിട്ട് കിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങക്ക് പറഞ്ഞാൽ 50 ഉറുപ്പ്യ കിട്ടും ഒരു ലൈവിന് നിങ്ങക്ക് മറ്റേ 2000-ന്റെ പുറത്ത് എന്ത് നമുക്ക് നോമ്പറക്കണ്ടേ നമുക്ക് നെയ്യപ്പം നിന്നണ്ടേ ചോറ് ഒളിഞ്ചപ്പം പോയില്ലേ മുതാപ്പാനപ്പല്ലേ ചോറ് മുഴുവനായിട്ടില്ല ചോറ് ചോറ എന്താ നോമ്പ് പറഞ്ഞപ്പോ ചട്ടിയില് ചോറ് അപ്പൊ എന്തിനാണ് ഇങ്ങനെ കാണുമ്പോ മാറ്റിക്കണത് നിങ്ങളെ യൂട്യൂബിൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പറയില്ല നിങ്ങൾ ചട്ടിയിൽ തന്നെയാണ് ചോറുന്നല്ലേ ധാന്യത്തിന്റെ ചട്ടിയില് ചോറുന്നേനി
എളുപ്പമായി ഇത് പിന്നെ കോഴി കടായി വെച്ചിട്ടുണ്ടേ അതിന്റെ ചട്ടി അപ്പൊ പിന്നെ അതിലിട്ട് കണ്ട് അതൊക്കെയാണ് രസം. അത് തിന്നണ സീനല്ലേ കിട്ടണ്ടേ. അത് രസാണ്. പക്ഷെ രസം ഇപ്പൊ ഇതില് ചട്ടിയില് ചായ പിന്നെ അത് മതിയാവും. എന്ത് മതിയാവും? ചട്ടിയിലാണ് അതൊക്കെ എല്ലാ പെണ്ണുങ്ങളാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊരു രസം. അത് വേറെ രസം. ചട്ടിയിലില്ല ചോറുന്നതിന് അതൊക്കെ ഇങ്ങനെ കുറവ് കാട്ടിയാലോ? കുറവല്ല. പിന്നെ നിങ്ങളെന്താ അങ്ങോട്ട് വരിട്ടോ 8:30 ശരി വേറെ പൈസ ഉണ്ടല്ലേ പോയോട്ടെ. ആ ഇനിയിപ്പോ അങ്ങക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം കൂടി കിട്ടണ കിട്ടി കരുതിയിട്ടാണ് ഇപ്പൊ അത്. പോട്ടോ.